പ്രിയപ്പെട്ട ഗോവിന്ദ മാഷ് ചില ഭാഗത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു ഇത് പിന്തിരിപ്പൻ സമീപനമാണെന്ന് പറയുമ്പോൾ ഇവിടെ CPM കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ യന്ത്രവൽക്കരണത്തിനെതിരെയും കമ്പ്യൂട്ടറിനെതിരെയും പറഞ്ഞിട്ടുള്ളവരാണ്. കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം CPMന്റെ നിലപാട് തൊഴിൽ തിന്നുന്ന ബഗൻ എന്നൊരു ഹെഡിങ്ങിൽ മുമ്പ് CPM ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിരുന്നു. കമ്പ്യൂട്ടർ തൊഴിൽ തിന്നുകളയും. ബഗൻ എന്ന് പറയുന്ന മഹാഭാരതത്തിൽ കഥാപാത്രമാണല്ലോ ആർത്തിപ്രിയൻ, ഭക്ഷണപ്രിയനാണ്. ആ മണ്ടത്തരം ഇപ്പോഴും പേറി നടക്കുന്ന മാനിഫെസ്റ്റോയും ദാസ് ക്യാപിറ്റലും വേദവാക്യം പോലെ സ്വീകരിക്കുന്ന CPM ആണ് മതവിധികൾ പറയുന്ന പണ്ഡിതന്മാർ പിന്തിരിപ്പന്മാരാണെന്ന് പറയുന്നത് വിരോധാഭാസമാണ് എന്നാണ് ഞാൻ മാനിഫെസ്റ്റോയിൽ മനസ്സിലായില്ല, ഉദാഹരണം മനസ്സിലായില്ല. ഗോവിന്ദൻ മാഷിക്ക് അത് പറയാനുള്ള അർഹതയില്ല, അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഗോവിന്ദൻ മാഷ് മതപണ്ഡിതന്മാരുടെ അധ്യാപനങ്ങളെ പിന്തിരിപ്പൻ എന്ന് പറയാനുള്ള അർഹത ഗോവിന്ദൻ മാഷിനില്ല. അദ്ദേഹത്തിന് മറ്റൊരാൾ പറഞ്ഞാലോ, ഗോവിന്ദനെ വിടുക, അദ്ദേഹം പറഞ്ഞ കാര്യം മറ്റൊരാൾ പറഞ്ഞാലോ, ആര് പറയുന്നെങ്കിലും അദ്ദേഹം ആരെന്ന് നോക്കും, അതിന് അർഹത അദ്ദേഹത്തിനുണ്ടോ എന്ന് പരിശോധിക്കും. ആ പരിശോധനയ്ക്ക് അദ്ദേഹം അർഹനാണോ അർഹനല്ലേ എന്ന് പറയും. ഗോവിന്ദൻ മാഷല്ല മറ്റൊരാളെയാണ് വിനു പറയുന്നതെങ്കിൽ ഞാൻ അയാളുടെ നിലപാട് എന്താന്ന് പരിശോധിച്ചതിന് മറുപടി പറയും. അത് ആളെ കൊണ്ടുപോവാ, അപ്പം മറുപടി കേൾക്കാം. പരമാവധി ഇവിടെ പൊതു ഇടങ്ങളുടെ നിർവചനത്തിൽ പെടാത്തതല്ല. വ്യായാമം നടക്കുന്ന സ്ഥലങ്ങളിൽ വ്യായാമത്തിന് വരുന്ന സ്ത്രീകൾ ടൈറ്റ് ഷർട്ടും ടൈറ്റ് പാന്റും ധരിച്ചുകൊണ്ടാണ് അവർ വരുന്നത്. അവർക്ക് സ്വതന്ത്രമായി അവിടെ വ്യായാമ മുറകളിൽ ഏർപ്പെടുന്ന സമയത്ത് ശാരീരികപരമായിരിക്കുന്ന അവരുടെ സുരക്ഷിതത്തെ സംബന്ധിച്ചിടത്തോളം ആ സ്ത്രീകൾക്ക് ചില മേഖലകൾ പാലിക്കപ്പെടേണ്ടതുണ്ട്. അവരുടെ അവിടെ വ്യായാമ മുറകളിൽ വ്യായാമത്തിൽ ഏർപ്പെടുമ്പോൾ ബാക്കിയുള്ള പുരുഷന്മാരൊക്കെ ഇവരെ ഉപദ്രവിക്കുമെന്നാണ് സമൂഹത്തിന്റെ പ്രശ്നമാണ്. അതോ വേറെന്തെങ്കിലും ബന്ധം ഉണ്ടാവുമെന്നാണോ? എന്താണ് ഇത്? സ്ത്രീകളെ ആക്ഷേപിക്കുന്നതിന് തുല്യമല്ലേ, അതോ പുരുഷന്മാരെ ആക്ഷേപിക്കുകയാണോ? എന്താ വിനു വിഷയത്തെ ഡൈവേർട്ട് ചെയ്തുകൊണ്ടോണ്ട. അണിറോസ് ഡ്രസ്സ് ധരിച്ചവരാൻ അണിറോസിന് സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ അത്തരം ആഭാസപരമായ ഡ്രസ്സാണെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം രാഹുൽ ഈശ്വറിനുണ്ട്. അവിടെ ഈ പ്രക്രിയ അതുപോലെ കണ്ടെച്ചാൽ മതി. പുരുഷന്റേതായ ടീഷർട്ട് ധരിച്ച് അവര് വ്യായാമങ്ങളിൽ ഏർപ്പെടട്ടെ. സ്ത്രീകൾ അവരുടെ ഡ്രസ്സ് ധരിച്ചുകൊണ്ട് അവർ ഏർപ്പെടട്ടെ. അവർ രണ്ട് ക്യാമ്പിൽ വെച്ചുകൊണ്ടാവട്ടെ. പുരുഷനോടാണ് പറയുന്നത് സ്ത്രീകളുടെ അത്തരം വ്യായാമ കലകളിൽ വ്യായാമമുറകളിൽ അവിടെ പോയി ഇടപെടരുതെന്ന് പുരുഷനോടാണ് പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ട്? അത് സ്ത്രീ പുരുഷ സങ്കലന വേദികൾ അനിസ്ലാമികമാണ് എന്നതുകൊണ്ട് അത് പറയാനുള്ള റൈറ്റ് മതപണ്ഡിതന്മാർക്കുണ്ട്. വകവെച്ചു കൊടുക്കാത്തത് ഈ വസ്ത്രം ആഭാസകരമാണെന്ന് പറയാൻ നിങ്ങൾക്ക് അവകാശമില്ല. അതെങ്കിലും ദയവായി മനസ്സിലാക്കണം. അത് ആ സ്ത്രീയെ അപമാനിക്കലാണ്.